എ സമ്പത്ത് ഇവിടെ ഇപ്പോൾ സി ശുക്കൂർ അവസാനം പറഞ്ഞതുപോലെ പോലീസ് ഇപ്പോൾ ഇത്തരം കേസുകൾ പോലീസും എക്സൈസും ഒക്കെ വളരെ കാര്യക്ഷമമായി ഇടപെടുന്നു. ആ ഇടപെടൽ സർക്കാരിന്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമായി കൂടി ഉണ്ടാകുന്നതാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ മിക്ക ആഴ്ചകളിലും വാർത്താ സമ്മേളനം വിളിച്ച് ഓരോ ആഴ്ചകളിലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ വിശദാംശങ്ങളൊക്കെ സമൂഹവുമായി പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഉന്നതനിലേക്കായാലും ലഹരി ഉപയോഗം ഒരേ നിലയിൽ തന്നെ കൈകാര്യം ചെയ്യപ്പെടും എന്നൊരു നില ഒരു സർക്കാർ സ്വീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണോ ഇപ്പോൾ ഇവിടെ ഉണ്ടാകുന്നത്? എല്ലാ മേഖലകളിലേക്കും ഇങ്ങനെ അന്വേഷണം നീളുന്നത് അതിന്റെ ഭാഗമായാണോ? അതോടൊപ്പം തന്നെ ഇങ്ങനെ പിടിക്കപ്പെടുന്നു, അത് വാർത്തയാകുന്നു എന്നതിനപ്പുറം കാര്യക്ഷമമായി ഇടപെടൽ ആ കേസുകൾ കഴിയുന്നത് വരെ അതിലുണ്ടാകും എന്നൊരു ഉറപ്പ് സമൂഹത്തിന് നൽകാൻ സാധിക്കുമോ? ഒരു സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ളൊരു മറുപടി കൂടി. അസിത, എന്നെ ഈ ഒരു ചർച്ചയിലേക്ക് കേരളീയ പീപ്പിളിന് വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുകയാണ്. അത് ഞാൻ താങ്കളോട് ആ നന്ദി രേഖപ്പെടുത്തുന്നതിൻ്റെ കാരണം 15 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ടൊരു 9-10 വർഷം ഈ വിഷയത്തെ സംബന്ധിച്ച് ഗവേഷണം നടത്തി എൻ്റെ ഗവേഷണ പ്രബന്ധം സർവകലാശാലയ്ക്ക് ഞാൻ സമർപ്പിച്ച് എൻ്റെ ഡോക്ടറേറ്റ് എനിക്ക് ലഭിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പഠന ഗവേഷണത്തിനാണ്. അന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ 28 മയക്കുമരുന്നുകളുമായി ബന്ധപ്പെട്ട 28 എണ്ണത്തെ സംബന്ധിച്ച് അതിൽ പഠിക്കാനിടയായി. MDMA എന്ന് നമ്മളിപ്പോൾ പറയുന്നത് പോലും ഒരു പുതിയ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കെമിക്കൽസ് പല ഉപയോഗിച്ചാലും അല്ല ഒപ്പിയോയിഡ്സ് എന്ന മറ്റു വിധത്തിലൊക്കെ വരുന്നതും എല്ലാം ചേർത്ത് MDMA എന്നൊരു പുതിയ കാര്യമല്ല. ഇത് 2009 മുമ്പ് തന്നെ ഇതിൻ്റെ ഭീഷണി നിലനിൽക്കുന്നുണ്ട്. സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ എന്നുള്ളത് ഈ മെഡിക്കൽ ആവശ്യത്തിനു വേണ്ടി പലപ്പോഴും അത്തരം കാര്യങ്ങൾ അത് പരിമിതമായ നിലയിൽ വേദന സംഹാരിയായി മറ്റു വിധത്തിൽ ഈ രോഗികളുടെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒക്കെ അത് അനിവാര്യമായ കാര്യങ്ങളാണ്. എന്നാൽ ഇവിടെ അഡ്വക്കേറ്റ് ഷുക്കൂർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ ഈ ഏതെങ്കിലും ഒരു മേഖലയെ ഇത് മയക്കുമരുന്ന് ലഹരി അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് തെറ്റാണ്. കേരളത്തിൽ പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം വളരെ ഫലപ്രദമായ ഇടപെടൽ ഇക്കാര്യത്തിൽ വിമുക്തി ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ഇതിൽ നിന്ന് ഈ ഡി അഡിക്ഷനുമായി ബന്ധപ്പെട്ട് അതിൽ ആരാണ് അവരുടേതായ സേവനം തേടുന്നത്, ആ പേര് വിവരങ്ങളെന്നെല്ലാം അത് വിമുക്തി അതുമായി ബന്ധപ്പെട്ട സർക്കാർ വിഭാഗങ്ങൾ ഇത് പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അവരെ നമ്മൾ രക്ഷിക്കുക, അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളതൊരു കാര്യം. എന്നാൽ ഇതിലേക്ക് അകപ്പെട്ടു പോകാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷസർപ്പത്തിൻ്റെ കടിയേറ്റാൽ അത് ഗുരുതരമാണ് എന്നും മരണകാരണമായേക്കാമെന്നും അറിഞ്ഞുകൊണ്ട് എല്ലാവർക്കും അറിയാം അത്. എന്നാൽ പിന്നെ വിഷസർപ്പം എന്നെ കടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നറിയാനായി ഒരു കൗതുകത്തിന് വേണ്ടി ജസ്റ്റ് ഫോർ കമ്പനി സേക്ക് എന്നുള്ള നിലയിലേക്ക് ആരെങ്കിലും വിഷസർപ്പത്തിൻ്റെ കടിയേൽക്കാൻ പോകുമോ? അപരിചിതമായ ഒരു നായയുടെ ഒരു പ്രത്യേകിച്ചും അത് പേപിടിച്ച നായാണെന്ന് അറിയാവുന്നതാണ് എങ്കിൽ അതിൻ്റെ ഒരു സ്പർശമോ അതിൻ്റെ ഉമിനീരോ അതല്ല അതിൻ്റെ ഒരു കടിയോ ഏൽക്കാനായി ആരെങ്കിലും തയ്യാറാവുമോ? ഇല്ലല്ലോ. ഒരു രസത്തിന് വേണ്ടി അതിൻ്റെ അടുത്തേക്ക് ആരെങ്കിലും പോവോ? ഇല്ലല്ലോ. അപ്പോൾ അറിയാം ഇത് വിനാശകാരിയാണ് എന്നുള്ളത്. ഇവിടെ താങ്കൾ ചോദിച്ചൊരു ചോദ്യത്തെ സംബന്ധിച്ചുള്ളതിൽ നമ്മളിപ്പോൾ ഇതിനെതിരായിട്ടുള്ളൊരു വേട്ട തന്നെ നടത്തേണ്ടതായി വരും. അത് കേരളത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ചതാണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട അതിൽ പിടികൂടപ്പെട്ടത് ഈ മുന്ദ്ര തുറമുഖത്താണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് പിടികൂടിയത്. ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന നിലയിലുള്ള അതിൻ്റെ വലിപ്പം കൊണ്ടും അതുപോലെ തന്നെ അത് അന്തർദേശീയ കമ്പോളത്തിലുള്ള വിലയും അത് കണക്കാക്കിയത്. ഇത് ഈ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനം, അതിൻ്റെ സംഭരണം, അതിൻ്റെ നിയമവിരുദ്ധമായ കടത്ത്, അതിൻ്റെ കച്ചവടം, അല്ലെങ്കിൽ കാരിയേഴ്സൊക്കെ താഴെ അറ്റത്തുള്ളവരാണ്. ഇത് അന്തർദേശീയമായി ഇത് കിനാവള്ളി കരങ്ങൾ പോലെ വ്യാപിച്ചു കിടക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഈ അനധികൃതമായ നിയമവിരുദ്ധമായ ധനസമ്പാദനത്തിൻ്റെ മാർഗങ്ങളിലൊന്നാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നുള്ളത്, ആയുധക്കടത്ത് എന്നുള്ളത്. അതുപോലെ ഇത് ഈ മയക്കുമരുന്നുകളുടെ ഉൽപ്പാദനവും ഇതിൻ്റെ കടത്തും വിപണനവുമായി ബന്ധപ്പെട്ടത് ഈ നമുക്കൊക്കെ തന്നെ അവിശ്വസനീയമായ നിലയിലുള്ള മാഫിയ സംഘങ്ങളുടെ കിനാവള്ളിക്കരങ്ങളാൽ വ്യാപൃതമായിട്ടുള്ളവരാണ്. ഇതിൽ ഇന്ത്യയിലേക്കടക്കം, ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്നുള്ളത് കൊണ്ടും അതുമാത്രമല്ല ഒരു പുതിയ ഒരു മധ്യവർഗം ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതും ഇതെല്ലാം ഒരു കമ്പോളമായി അത് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. പുതിയ തലമുറയിൽപ്പെട്ടവർ ഇതിലേക്ക് ചെന്നെത്തപ്പെട്ടാൽ, അടിപ്പെട്ടു പോയാൽ വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ വരുംകാലത്തെ ഭാരതത്തിന്, ഇന്ത്യക്ക് പോലും അത്തരം കാര്യങ്ങൾ ഉണ്ടാവാം. ഇവിടെ നമ്മൾ ഈ സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തികളും വ്യക്തിത്വങ്ങളും വിവിധ മേഖലകളിൽ വ്യാപരിക്കുന്നവരും ഈ മയക്കുമരുന്നുകളുടെ ദുരുപയോഗത്തിനെതിരായുള്ള നിലപാട് ധീരമായി എടുക്കുകയും അതിനുവേണ്ടി അവർ മാതൃകയാവുകയും ചെയ്യുക തന്നെയാണ് വേണ്ടത്. ഇവിടെ സിനിമാ രംഗത്തായാലും അതല്ല മറ്റേത് രംഗത്തായാലും, കായിക രംഗത്തായിരുന്നാലും ഇതൊന്നും നമ്മൾ അത്തരത്തിൽ ഇത് വെച്ചു പൊറപ്പിക്കരുത്, അനുവദിക്കരുത്, പ്രോത്സാഹിപ്പിക്കരുത്, കൂട്ടുനിൽക്കരുത്. അത് നമ്മൾ മുളയിലെ നുള്ളിക്കളയേണ്ടതാണ്. അവരെ ഈ കാര്യത്തിന് അവർക്ക് ചികിത്സയ്ക്കടക്കം വിധേയമാക്കി അവരെ പുനരധിവസിപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ശരി ശരി.